ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇപ്പം ഞാനൊരു ചെറിയൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടോ, അത് ചൂടായത് തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി മുറിച്ച് ചേർത്തു. അത് വേവിക്കാൻ വെച്ചതാണ്. അപ്പം അതിനാവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടോ. അപ്പോൾ അത് വേവണ വരെ വിസിൽ വിടുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണ വരെ തന്നെ നമുക്ക് വിസിൽ വിടണം. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്ന് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഞാൻ ഇറക്കി വെച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പം തന്നെ ചീനിച്ചട്ടി വെച്ച് ചൂടായതും വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത്. അപ്പോൾ അത് കരിയണതിന് മുമ്പ് തന്നെ വേഗം കറിവേപ്പില ചേർക്കട്ടെ. അപ്പോൾ കറിവേപ്പില ചേർത്ത് തന്നെ സവാള ഒരു 3 വലിയുള്ളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്ത് പച്ചമണം മാറണമല്ലോ ഇതിൻ്റെ എല്ലാം. അപ്പോൾ പച്ചമണം മാറാൻ വേണ്ടി വഴറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതും കൂടി ചേർത്തു. ഇപ്പോൾ കുറച്ച് വലിയ വെളുത്തുള്ളി അല്ലിയായിരുന്നു കേട്ടോ. ഒരു 4 മാത്രം ചതച്ച് ചേർത്ത്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്തിട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് ഒന്നിച്ച് വഴറ്റുമ്പോൾ തന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്തിട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇതുവരെ പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 4-5 എണ്ണം അത് 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർത്തിട്ടോ. അതും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നിച്ച് അങ്ങോട്ട് വഴറ്റി കൊടുത്തു. അപ്പോഴാണ് ഓർത്തത് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. വേഗം തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത്. ഇത് കൂടുതൽ വഴറ്റാനും പാടില്ല. വേഗം തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടോ. അപ്പോൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അത് തിളപ്പിക്കാൻ വെച്ചിട്ടോ. അങ്ങനെ മസാലയുടെ പണി ഏകദേശം കഴിയാറായി. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ചൂടാറാൻ വെച്ച് തൊലിയൊക്കെ മാറ്റി അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടോ. അപ്പോൾ 1-2ആയിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും വെള്ളം തിളച്ച് തുടങ്ങി. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്തിട്ടോ. അപ്പം മല്ലിയില ഇപ്പം തന്നെ വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരേപോലെ പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ആ വെള്ളം ഉരുളക്കിഴങ്ങ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുത്തേ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിഞ്ഞും പോകരുത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണതാ ടേസ്റ്റ്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് തിളച്ച് നന്നായിട്ട് കുറുകി പാകമായിട്ടോ. അപ്പോൾ ഈ കട്ടിക്കാണ് ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊടി കുറച്ചെടുത്ത് ആട്ടപ്പൊടിയാണ്, ആശീർവാദിൻ്റെ ആട്ടപ്പൊടി കുറച്ചെടുത്തു. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടോ. 1 ടീസ്പൂൺ മതിയാവും. ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തിട്ടോ. ഇത് പൂരിക്കുള്ള മാവ് കുഴച്ചെടുത്തു. അങ്ങനെ മാവൊക്കെ കുഴച്ച് ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വെച്ചില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ കുറഞ്ഞത് 10 മിനിറ്റ്, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ അടച്ചു വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. അങ്ങനെ ഞാൻ ഒരു 10-15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. അപ്പോൾ സോഫ്റ്റായിട്ടോ. പൂരിക്ക് പറത്തണതിന് മുമ്പ് തന്നെ ഞാൻ അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് എണ്ണയും ഒഴിച്ച് വെച്ചിട്ടോ. അപ്പോഴേക്കും ഇത് പറത്തിയെടുക്കുമ്പോഴേക്ക് ചൂടായി കിട്ടുമല്ലോ. അപ്പോൾ ഞാനിത് വേഗം തന്നെ പൂരിക്ക് ചെറിയ റൗണ്ടിൽ പറത്തിയെടുത്തത്. അപ്പോഴേക്കും എണ്ണയും ചൂടായി. പൂരി ഓരോന്നായിട്ട് അതിൽ ചുട്ടെടുത്ത് നല്ല ബോൾ പോലെ നല്ല മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും കൂടി റെഡി ആയിട്ടാണ്. അപ്പോൾ പൂരിയും മസാലയും റെഡിയായി. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാം. പൂരി മസാലയാണോ? എനിക്ക് നല്ലോണം പിടിക്കും. സൂപ്പർ. 2 പോയി നല്ല ഉരുണ്ട് മസാല പൂരി മസാല. ഉപ്പ് എരിവൊക്കെ മതിയാ മസാലയിൽ എങ്ങനെ? മക്കളെ, നിങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാരും വരി. പൂരി ഉരുളക്കിഴങ്ങ് മസാലയും വെച്ച് കഴിക്കാൻ പോവാ ഞങ്ങള്. മക്കളെ എല്ലാരും സുഖാണോ? എരിവ് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. നല്ല രുചിയുണ്ട്. തണുപ്പ് സമയത്ത് ചൂടോടുള്ള പൂരിയാണ്, കഴിക്കാൻ നല്ല രുചിയുണ്ട്. ഇപ്പൊ നല്ല ചൂടോടെ നല്ല സോഫ്റ്റായ പൂരിയും നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് മസാലയും കൂട്ടി കഴിക്കാൻ അച്ഛനും. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുമ്പോ നല്ല രുചിയുണ്ട്. മോളെ, നീ കഴിക്കണില്ലേ? അതെ, വരാ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടായ ലൈക്ക് ചെയ്യണേ, മറക്കാണ്ട് ചെയ്യണേ. ഇഷ്ടായ കമന്റ് ചെയ്യണേ, അപ്ലൈ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.